കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 506 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിക്കുകയാണ്. 489 പോയിന്റുമായി ഇരിഞ്ഞാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്തും 488 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല 3ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് വിവിധ വേദികളിലായി ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി, കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. സ്കൂൾ തലത്തിൽ 156 പോയിന്റ് നേടി പാവറട്ടി സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്ത് തുടരുന്നു. 145 പോയിന്റുമായി മതിലകം സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം നാളെ സമാപിക്കും. കലോത്സവ വേദിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി വിശേഷങ്ങളുമായി ശ്രീകേഷ് വെള്ളാനിക്കര ചേരുകയാണ്. ബൈജു ദേവസി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ കുന്നംകുളത്ത് തുടരുകയാണ്. ഏറെ ആവേശത്തോടെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഈസ്റ്റ് ഉപജില്ലയുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കാണാനാകുന്നത്. 488 പോയിന്റുമായിട്ടാണ് തൃശ്ശൂർ ഉപജില്ല മുന്നിട്ട് നിൽക്കുന്നത്. ചാവക്കാട് ഉപജില്ലയാണ് 2ാം സ്ഥാനത്തുള്ളത്. 475 പോയിന്റുമായാണ് ചാവക്കാട് ഉപജില്ല 2ാം സ്ഥാനത്തുള്ളത്. ഇരിങ്ങാലക്കുട ഉപജില്ല ഇപ്പോൾ 3ാം സ്ഥാനത്തുള്ളത്. 475 പോയിന്റുമായിട്ടാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട ഉപജില്ല 3ാം സ്ഥാനത്തുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബദനി സ്കൂളിലെ വേദിയിലാണ്. വേദി 7. ഇവിടെ തിരുവാതിരക്കളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതേ വേദിയിൽ കേരള നടന മത്സരം അരങ്ങേറുന്നത്. പ്രധാന വേദിയായ തൃശ്ശൂർ ടൗൺ ഹാളിൽ, കുന്നംകുളം ടൗൺ ഹാളിൽ നാടകം, ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോണാക്ട് മത്സരം 2ാം വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മാപ്പിളപ്പാട്ട്, ഭരതനാട്യം, ഹിന്ദി പ്രസംഗം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇത്തവണ ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുള്ള നൃത്തവും അതുപോലെ തന്നെ പണിയ നൃത്തവും അരങ്ങിലെത്തിയിരുന്നു. ഏറെ ആവേശകരമായി മാറിയിരുന്നു ഗോത്രകലകൾ. ഇന്ന് മംഗലം കളിയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും മംഗലം കളി മത്സരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മലയപ്പുലയാട്ടവും പളിയ നൃത്തവും അരങ്ങേറും. എന്തായാലും ഏറെ ആവേശത്തോടെയാണ് കുന്നംകുളത്തിൻ്റെ മണ്ണിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈജു ദേവസി. ശരി, ശ്രീകേഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇരിഞ്ഞാലക്കുടയെ പിന്തള്ളിക്കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് ചാവക്കാട് ഉപജില്ല എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ശ്രീകേഷ് ഇപ്പോൾ നൽകിയത്. എന്ന് തന്നെയായാലും കാത്തിരിക്കാം. നാളെയാണ് കലോത്സവ വേദിയിൽ തിരശ്ശീല വീഴുക, സമാപനമാവുക. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാമതെത്തുന്നത് ആരായിരിക്കും എന്നുള്ളതറിയാൻ ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്.